അൻവറിനെതിരെ വിമർശനവുമായി പി ജയരാജൻ. അൻവർ CPIM-നെ സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നുവെന്ന് പി ജയരാജൻ. വലതുപക്ഷത്തിൻ്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. വിവരങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ബിനു, CPIM-ന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ PV അൻവർ MLA-യെ വിമർശിച്ചിരിക്കുന്നത്. PV അൻവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. അത് തുടർച്ചയായി ആ നിലപാടുമായി PV അൻവർ മുന്നോട്ട് പോവുകയാണെന്ന് പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ അന്തരിച്ച നേതാവിനെയും ജീവിച്ചിരിക്കുന്ന നേതാക്കളെയും രണ്ട് തട്ടിലാക്കി ചിത്രീകരിച്ച് കൂടുതൽ പരിഹാസ്യനായിരിക്കുകയാണ് PV അൻവർ എന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ വലതുപക്ഷത്തിന്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നത്. അതുവഴി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് ഇപ്പോൾ അൻവർ വഞ്ചിക്കുന്നത് എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നതെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അൻവർ ഉന്നയിക്കുന്ന വാദഗതികളെല്ലാം പരിഹാസ്യമായ വാദഗതികളാണ്. പോലീസ് തന്നെ പിന്തുടരുന്നു എന്നുള്ള വാദമാണെന്ന്. സ്ഥിരം ഗൺമാനുള്ള PV അൻവറിനെ പോലീസ് പിന്തുടരേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് പി ജയരാജൻ ചോദിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഇതുപോലെയുള്ള അപവാദ പ്രചരണങ്ങളെയും തെറ്റായ പ്രചരണങ്ങളെയും എല്ലാം പ്രതിരോധിച്ചും അതിനെ നേരിട്ടുമാണ് CPIM ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു അപവാദ പ്രചരണങ്ങളെ നേരിടാൻ CPIM-ന് നല്ല ശേഷിയുണ്ടെന്ന് PV അൻവർ മനസ്സിലാക്കണമെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. പാർട്ടി ശത്രുക്കളുടെ പാവയാകാൻ ആർക്കും കഴിയും. പാർട്ടിയെ തകർക്കാൻ തീവ്ര ശ്രമം നടത്തുന്നവരുടെ ആയുധമായാണ് അൻവർ ഇപ്പോൾ സ്വയം മാറിയിരിക്കുന്നത്. ഇപ്പോൾ തീയാകേണ്ടത് CPIM-നെ ഹൃദയത്തിലേറ്റുന്ന ഓരോ മനുഷ്യരുമാണ്. പാർട്ടി ശത്രുക്കൾക്ക് അമ്മാനമാടാൻ വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല. നമ്മുടെ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ അത് രണ്ടും നമ്മുടെ രക്തമാണ്, ജീവനാണ്. ആ ജീവനെ ചേർത്ത് പിടിച്ച് ധീര രക്തസാക്ഷികളുടെ ഹൃദയ രക്തത്തെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യാം. ഒറ്റുകാരുടെയും ശത്രുക്കളുടെയും അപവാദ പ്രചരണങ്ങളും ചതിപ്രയോഗങ്ങളിലും കടന്നാക്രമണങ്ങളിലും തെല്ലും പതറിപ്പോകാതെ ഈ ചെങ്കൊടി ഇനിയും ഉയർത്തിപ്പിടിച്ച് പോരാട്ടം തുടരും എന്ന് പ്രതിജ്ഞയെടുക്കാം എന്നുള്ളതാണ് പി ജയരാജൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. PV അൻവർ MLA-യുടെ നിലപാടുകൾക്കെതിരെയുള്ള അതിശക്തമായ വിമർശനം രൂക്ഷമായ ഭാഷയിൽ തന്നെ പി ജയരാജൻ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളെ നേരിടാൻ പാർട്ടി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണം എന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബിനു, സന്തോഷ്, വളരെ ശക്തമായ ഒരു വിമർശനം തന്നെയാണ് പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് CPM-ന് അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നേരിടാൻ നല്ല ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് മുഖ്യമന്ത്രിയെ പോലും മുഖ്യമന്ത്രി താൻ കൈക്കൊണ്ട അല്ലെങ്കിൽ തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ, അതായത് അൻവർ കൈക്കൊണ്ട തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയം ഉണ്ടായതെന്നൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്താകും ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. തീർച്ചയായും ഇത് ഈ പി ജയരാജന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത് വളരെ ശക്തമായ പ്രതികരണം തന്നെയാണ്. പാർട്ടിയെ ഇത്തരത്തിൽ പൊതു മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇട്ടുകൊടുത്തുകൊണ്ട് വേട്ടയാടുന്ന PV അൻവറിന്റെ നിലപാട് പാർട്ടി ചെറുത്തു തോൽപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത്. മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് മുഖ്യമന്ത്രിയായ പിണറായിയെ പിതൃതുല്യനായി കണ്ടിരുന്ന അൻവറിന് തന്റെ തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയം ഉണ്ടായത് എന്നും പി ജയരാജൻ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു അപവാദ പ്രചരണത്തിനെതിരെ PV അൻവർ നടത്തുന്ന പാർട്ടിക്കെതിരെ നടത്തുന്ന സർക്കാരിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള തെറ്റായ അപവാദ പ്രചരണത്തിനെതിരെ ഒറ്റക്കെട്ടായി പാർട്ടി അനുഭാവികൾ രംഗത്തിറങ്ങണം, ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നാണ് ഇപ്പോൾ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. യെസ്, വ്യക്തമാണ്. സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.